ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ ഷോൾ കൊണ്ട് എങ്ങനെ ഒരു ബേബി ഫ്രോക്ക് തയ്ക്കാം എന്നുള്ളൊരു വീഡിയോയുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഷോളാണിത്. ഇതുപോലുള്ളൊരു ഷോളാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇത് വെച്ചാണ് ഞാൻ ഇന്നൊരു ബേബി ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് ഞാൻ തുണി വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് പോലെ ഇതും തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ലൈനിങ് ആയിട്ട് ഞാൻ ഈ തുണിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഈ തുണി ചുരുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിനായി ഞാൻ എടുത്ത ആ തുണിയെ ഒന്ന് നാലായി മടക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു തുണിയാണ്. ഇതിലോരോ അളവും ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ ഞാൻ എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ്. നെക്ക് എടുക്കുന്നത് ഒരു 2.25 ഇഞ്ചാണ് ഞാൻ നെക്ക് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു 1/2 ഇഞ്ചോളം. ഇതിൻ്റെ ആം ഹോൾ ഞാനൊരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ വണ്ണം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇറക്കം, അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തെ ഇറക്കം ഞാൻ 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴത്തെ വണ്ണം മുകളിൽ ഞാൻ 6.5 എടുത്തത്. താഴെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിലത്തേക്കാൾ 1/2 ഇഞ്ച് കുറച്ചാണ് താഴെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അവിടെ ഒരു 2.5 ഇഞ്ച് കട്ട് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത തുണിയിൽ ഇതിൻ്റെ ബാക്ക് പാനൽ വെക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാറ്റി വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാക്കി തുണിയിൽ നിന്ന് ഇതിൻ്റെ താഴെ ഭാഗത്ത് ചുരുക്ക് വെക്കാനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഒരു 16.5 ഇഞ്ചുള്ള തുണിയാണ്, ഇറക്കമുള്ള തുണിയാണ് വേണ്ടത്. താഴെ ഭാഗം ഇവിടെ മടക്കിയിട്ട്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മടക്കി തയ്ക്കാനുള്ള അളവ് നമുക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഇറക്കത്തിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നീളം ഷോളിൻ്റെ അത്രയും നീളം തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം അത്രയും നീളത്തിലെടുക്കാം, അപ്പോൾ അത്രയും ചുരുക്കം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം 16.5 ഇഞ്ച് ഇറക്കവും പിന്നെ ഷോളിൻ്റെ അത്രയും നീളത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ എടുത്ത ഷോളിൻ്റെ അത്രയും ലെങ്ത്ത് ആവശ്യമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഇറക്കവും അത്ര തന്നെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ എടുത്ത തുണിയിൽ നിന്ന് കുറച്ച് ഇറക്കം കുറച്ചാണ് എടുക്കുന്നത്. ഇത് ഞാൻ 16 ഇഞ്ച് എടുക്കുന്നുണ്ട്. കാരണം ഈ തുണി മടക്കി തയ്ക്കൂടെ വേണം. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത്ത് കുറഞ്ഞോളും. അപ്പോൾ ഈ തുണിയെ ഞാൻ മടക്കി വെച്ചാണ് 16 ഇഞ്ച് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് 2 പീസ് തുണിയാണ്. അപ്പോൾ ഇത്രയും തുണിയെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുക്ക് വെച്ച് കൊടുക്കാൻ കിട്ടും. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഞാനധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടതൊക്കെ അറിയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഞാനിവിടെ തയ്ച്ചിട്ടുണ്ട്. പിന്നീട് ചെയ്തത് ഇതിൻ്റെ സൈഡ് ഭാഗം കൂട്ടി യോജിപ്പിച്ചു. ഇതിൻ്റെ വള്ളി ഇതിൻ്റെ ഇടയിൽ ഞാൻ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയും വേണ്ടു. ഷോളിൻ്റെ തുണിയും ഇതുപോലുള്ള താഴെ ഭാഗത്തെ വെക്കാൻ വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ തുണി ഞാൻ ചുരുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചുരുക്ക് വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗം ഹുക്സ് വെക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്തെ ഈ ഷോൾ തുണിയും ഞാൻ ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായി ഇതിൻ്റെ താഴെ ഭാഗത്തെ ഈ വണ്ണത്തിനനുസരിച്ചാണ് ചുരുക്കിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ നേരത്തെ എടുത്ത ഈ തുണിയെയും അതുപോലെ തന്നെ കറക്റ്റ് ഞാൻ ചുരുക്കിട്ട് കൊടുത്തു. ഇനി ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഈ തുണി, അതായത് നമ്മുടെ ഷോൾ തുണിയുടെ ഉള്ളിലേക്ക് ഈ തുണിയെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ജോയിൻ ചെയ്ത വശം ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന വിധത്തിൽ വേണം ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഒരുപോലെ വരണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെച്ച് ഇതിനെയും അതുപോലെ ജോയിൻ ചെയ്ത് ചുറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിടാം. അപ്പം നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ഇതുപോലൊരു ഉടുപ്പ് തയ്ച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.